വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെന്നിത്തലയ്ക്ക് നുണ പറയലിൽ ഡോക്ടറേറ്റ് ലഭിക്കും, എന്നാൽ ഭരണം ലഭിക്കില്ലെന്ന് പന്നിയൻ രവീന്ദ്രൻ. CPM രാഷ്ട്രീയ സത്യസന്ധത കാണിക്കണമെന്ന് CP ബാബ ഹാജി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ M ആലിക്കുഞ്ഞി മുസ്ലിയാർ അന്തരിച്ചു. മഞ്ചേശ്വരത്ത് UDF പ്രവർത്തകർക്ക് ആവശ്യമായി DK ശിവകുമാർ. കാസർഗോഡ് മണ്ഡലത്തിലെ പ്രകടന പത്രിക NDA പുറത്തിറക്കി. വാർത്തകൾ വിശദമായി. അധികാരം ഒഴിഞ്ഞതിനു ശേഷം പ്രതിപക്ഷത്തിന്റെ പ്രധാന ജോലി നുണപ്പാറയിൽ റിസർച്ച് നടത്തലാണെന്നും ആ റിസർച്ചിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഡോക്ടറേറ്റ് ലഭിക്കുമെന്നും പക്ഷേ ഭരണം ലഭിക്കില്ലെന്നും CPI ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞു. പൊളിയടുക്കത്ത് LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് വന്നതിന് ശേഷം BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രത്യക്ഷമായ വിലയിരുന്നതാണ് പെട്രോൾ, ഡീസൽ, പാചകവാതകം. ഇത് മൂന്നും കയറിക്കൊണ്ടേയിരിക്കും. പെട്രോളിന് വിലയിരുന്ന നമ്മൾ അറിയുന്നപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയാൽ നേരത്തെ മുൻകൂട്ടി അറിയും, സമരം ഉണ്ടാവും, പ്രക്ഷോഭം ഉണ്ടാവും. ഇപ്പോഴുമില്ല. കാരണം എന്താ? പെട്രോൾ കമ്പനിക്കാരോട് പറഞ്ഞിട്ട് നിങ്ങൾ വില കൂട്ടിക്കോട്ടെ, എത്രയും വേണമെങ്കിൽ കാശ് കൂട്ടാം, കൂട്ടിയാൽ സന്തോഷമാണ്. കൂട്ടുന്നതിനനുസരിച്ച് കമ്മീഷൻ BJP കിട്ടും. അപ്പൊ രാജ്യത്തെ കൊള്ളയടിക്കുന്ന കാശിന്റെ കമ്മീഷൻ വാങ്ങിക്കൊണ്ട് നിൽക്കുക BJP. ആ ഗവൺമെന്റ് നയങ്ങളിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് നമ്മളിവിടെ വാക്കിലല്ല പ്രവൃത്തിയിൽ പ്രകടമാക്കുന്നത്. എന്താ പ്രവൃത്തിയിൽ പ്രകടമാക്കുന്നത്? കേരളത്തിൽ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ സംവിധാനം നിങ്ങൾക്കറിയാം. ഗെയിൽ പൈപ്പ് ലൈൻ. കാസർഗോട്ടുകാർക്കറിയാം, ചന്ദ്രഗിരി പുഴ കടന്നിട്ട് ഇപ്പോൾ പൈപ്പ് ലൈൻ പോയി മംഗലാപുരത്തേക്ക്. ആ ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നമ്മുടെ വീടുകളിൽ കുറഞ്ഞ വിലക്ക് ഗ്യാസ് കിട്ടാനുള്ള സംവിധാനം. നമുക്കിപ്പോൾ ഗ്യാസിന് ബുക്ക് ചെയ്യണം, എന്നിട്ട് കാത്തിരിക്കണം, കൊച്ചിയും കൊണ്ട് പോകണം, ഏത് കാലിക്കുറ്റി, എന്നിട്ട് നിറച്ചുകൊണ്ട് വരണം. പണമാണെങ്കിൽ ഓൻ പറയുന്നത് ഇടയ്ക്കിടെ പണം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം 900 അടുത്തെത്തി, ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. എന്നാൽ ഇപ്പോഴും വന്നിരിക്കുന്ന ഗെയിൽ പൈപ്പില് നമുക്ക് ആവശ്യമുള്ള ഗ്യാസ് നമ്മളെ വീട്ടിലെത്തും. കൊച്ചി വേണ്ട, ബുക്ക് ചെയ്യണ്ട, ഒരു സംവിധാനമില്ല, വില കൂടുന്ന പേടിക്കണ്ട. കാരണം സർക്കാരാ തീരുമാനിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിക്കുന്നതനുസരിച്ച് വില ഈടാക്കും. അതുകൊണ്ട് ഇപ്പം 1000 രൂപക്ക് ഗ്യാസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 200-250 രൂപക്ക് നിങ്ങളെ വീടുകളിൽ ഗ്യാസ് കിട്ടും. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സഹിക്കോ? ഇല്ല. മുതലാളിക്ക് സഹിക്കോ? ഇല്ല. മുതലാളിക്കോ ആയിരക്കണക്കിന് കൂടി കൂടി. കാരണം എന്താ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉപയോഗിക്കുക. അതോ ഇല്ലാതാണ്, അതോ വലിയ നഷ്ടമാണ്. മുതലാളിക്ക് സഹിക്കോ? ഇല്ല. മുതലാളിക്ക് സഹിക്കാതിരിക്കുമ്പോഴോ BJPക്ക് സഹിക്കില്ല. BJPയോ കമ്മീഷൻ വാങ്ങുകയാണ്, ഓർക്കോ കമ്മീഷൻ പോകും. അപ്പോൾ വലിയ നഷ്ട. കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ നോക്കി നിൽക്കുന്നത് നമ്മുടെ ഈ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലായി വന്നാൽ അവന്റെ കാര്യം കട്ടപ്പുകയാവുന്നു അവൻ ഉറപ്പാണ്. പിന്നെ അത് രണ്ടാമത്തെ കാര്യം എന്താ? നമ്മുടെ നാട്ടിൽ വേറൊരു ഏർപ്പാടുണ്ട്, നെറ്റ്. നമുക്കിപ്പം പലർക്കും മൊബൈൽ ഫോണില്ലേ ഉണ്ട്, എന്നാലോ നെറ്റ് പോകും. എപ്പം? ഇടയ്ക്കിടെ പോകും. പോകാതിരിക്കണമെങ്കിലോ വലിയ കമ്പനി, ആ കമ്പനീൻ്റെ ഫോൺ എടുക്കണം. ആ കമ്പനിയിൽ ഒന്ന് ജിയോ ആയോ, വേറെ പല കമ്പനികളും. അതിന് ഒരുപാട് കാശ് വേണം. നെറ്റ് പോയിക്കൊണ്ടേയിരിക്കും. കേരള ഗവൺമെന്റ് ഇപ്പൊ ഒരു പുതിയ നടപടി ഇപ്പൊ തുടങ്ങി. അതിന്റെ പേരാണ് K-ഫോൺ. നിങ്ങൾ കേട്ട് കാണുക. K-ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലുള്ള ഇപ്പം എല്ലാ TV ഉണ്ടല്ലോ, ആ TVയിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? ദൂരദർശൻ. മറ്റുള്ളവർ കിട്ടില്ല.
കിട്ടാനും വലിയ പൈസ കൊടുക്കണം. കാരണം എന്താ, മുതലാളിമാരാണ്. പൈസ കൊടുത്തില്ലേ ഇതേ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊന്നും വയ്യ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫോൺ നടപ്പിലാക്കുമ്പോൾ ഈ കേരളത്തിലെ 20 ലക്ഷം വീടുകളിൽ പാവപ്പെട്ട മനുഷ്യർക്ക് ഫ്രീ ആയി നെറ്റ് കിട്ടും. നമ്മുടെ ഇപ്പൊ ഉപയോഗിക്കുന്ന നെറ്റിന് തുച്ഛമായ കാശ് കൊടുത്താൽ മതി. കേന്ദ്ര ഗവൺമെന്റിയും മുതലാളിമാരെയും എല്ലിൽ കുത്തുന്ന തീരുമാനമാണ് ഈ തീരുമാനം. അവർക്ക് സഹിക്കുമോ? ഇല്ല. ആർക്ക്? കേന്ദ്ര ഗവൺമെന്റ്. പകയില്ലേ? ഉണ്ട്. ശത്രുതയില്ലേ? ഉണ്ട്. ആരോട്? കേരളത്തിലെ ഗവൺമെന്റ്. അതിനോ ശത്രുത തീർക്കണം. എന്താ വഴി? അവരാലോചിച്ചു. അതിന്റെ കൂടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന തീരുമാനം. നിങ്ങൾക്കറിയാം, ഈ കേരളത്തിലെ ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പറ്റും. എന്താ പൗരത്വം? നമുക്ക് പിടികിട്ടില്ല. നമ്മളുടെ പൗരന്മാരല്ലേ? അതെ. ഇന്ത്യയിൽ എല്ലാവരും പൗരന്മാരല്ലേ? അതെ. വോട്ടർ പട്ടികയിലെ പേരില്ലേ? ഉണ്ട്. നമ്മളെ ധാരണ എന്താ? നമ്മളെ പൗരന്മാരാണ്. കാരണം രാജ്യത്തിന് BJP എന്താ പറയുന്നത്? എല്ലാ പൗരന്മാരാണോ? പരിശോധിക്കണം. എങ്ങനെയാ പരിശോധിക്കാൻ പോകുന്നത്? ഓരോരുത്തരും ലിസ്റ്റ് എടുക്കണം. എങ്ങനെയാ ലിസ്റ്റ് എടുക്കുക? അപ്പൻ, അപ്പൂപ്പൻ, അപ്പൂപ്പന്റെ അപ്പൂപ്പൻ, അപ്പൂപ്പന്റെ 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 അപ്പൂപ്പൻ. അവരുടെ പഴയ കാലത്തെ ജീവിതം എങ്ങനെയാ? അവരെ തറവാട് എവിടെയായിരുന്നു? അവരെവിടുന്ന് വന്ന് എന്താണ് കണക്കെടുക്കണം. അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യം വളർത്തിയെടുത്ത മതനിരപേക്ഷതയെ കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടി ഈ രാജ്യം അവർ പറഞ്ഞ RSSകാർ പറഞ്ഞ ഹിന്ദു രാജ്യമാക്കാനുള്ള തീരുമാനമെടുക്കുന്നു. നാട്ടിൽ മതസ്പർദ്ധ വളർത്താനും മതന്യൂനപക്ഷങ്ങളെ എങ്ങനെയും എന്തും ചെയ്യാനും പ്രേരിപ്പിക്കുന്ന നിയമം കൊണ്ടുവരുന്നു. അതാണ് ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലെ ഗവൺമെന്റ്. അത് നോക്കിയിരിക്കോ? ഇല്ല. ഭരണം ലഭിക്കാൻ പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നുണ പറയുകയാണ്. പക്ഷേ ആ നുണയ്ക്ക് വൈകുന്നേരം വരെ മാത്രമേ ആയുസുണ്ടാകുന്നുള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഭരണം കിട്ടില്ല എന്ന പ്രതിപക്ഷത്തിന്റെ തോന്നലാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ജനാധിപത്യം കശാപ്പ് ചെയ്തുകൊണ്ട് മുതലാളിമാർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. രാജ്യത്തെ സാധാരണക്കാരനെ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി ബദൽ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അതിനോട് പൊരുതുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെന്നും അദ്ദേഹം പറഞ്ഞു. K. തുളസീധരൻ അധ്യക്ഷത വഹിച്ചു. E. മനോജ് കുമാർ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, V. രാജൻ, T. കൃഷ്ണൻ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KC+. രാഷ്ട്രീയത്തിന്റെ മറപിടിച്ച് CPM കേരള ജനതയെ വഞ്ചിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാബ ഹാജി പറഞ്ഞു. സംഘപരിവാർ സൈദ്ധാന്തികൻ R. ബാലശങ്കർ വെളിപ്പെടുത്തിയ CPM BJP ബന്ധം ഒരേ സമയം ഇരു പാർട്ടികളെയും വഞ്ചിക്കാൻ ഉദ്ദേശിച്ച് നേതൃത്വം തീരുമാനിച്ചുറപ്പിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് വന്നതാണ്. ഞാൻ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാണ്. ഒരു 42-43 വർഷമായിട്ട് KMCCയുടെ പ്രവർത്തകനും AMCC രൂപീകൃതമായത് ആദ്യത്തെ പ്രസിഡൻ്റൊക്കെയാണ്. ഈ CPM സത്യസന്ധത പുലർത്തണം. കാരണം കുറേ കാര്യങ്ങൾ ഗൾഫിൽ വന്നപ്പോഴൊക്കെ അവരവിടുന്ന് പറഞ്ഞിരുന്നു. ബഹുമാനായ മുഖ്യമന്ത്രിയും ബഹുമാനായ വ്യവസായ മന്ത്രിയും സ്പീക്കറൊക്കെ കൂടി വന്നെന്ന് ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചിട്ട് പ്രവാസികളെയൊക്കെ വിളിച്ച് ഒരു ക്യാമ്പ് നടത്തി. അപ്പോൾ ഒരു പൊതുവേ എല്ലാവരെയും കൂടി വിളിച്ചൊരു യോഗം തലേ ദിവസം നടത്തി. അതിനുശേഷം കുറച്ച് പ്രധാനികളൊക്കെ വിളിച്ചു കണ്ടിരുന്നു. ഞാൻ പ്രധാനി ആയതുകൊണ്ടല്ല, എന്നെയാണ് രവി പിള്ള കഴിഞ്ഞ ശേഷം എന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഞാനുമായിട്ട് സംസാരിച്ചു. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിച്ചു. സംഘടനാപരമായ കാര്യങ്ങൾ തലേ ദിവസം സംസാരിച്ചതിനെ കുറിച്ച് ഞാൻ റിഫിറ്റ് ചെയ്തു. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞത്, ഇവിടെ ജോലിയില്ലാതെ വരുന്നവർക്കൊക്കെ തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇവിടെ ജോലിയാവുകയോ ചെയ്യുന്നത് വരെ പ്രവാസികൾക്കൊക്കെ 6000 ഉറുപ്പിക വെച്ച് അവർക്ക് എല്ലാവർക്കും വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. ഒന്ന്. രണ്ടാമത്തൊന്ന്, അവരുടെ മക്കൾക്കൊക്കെ പഠിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, കോവിഡ് വന്നപ്പോൾ
കോവിഡിൽ വരുന്നവരൊക്കെ പ്രത്യേക സംരക്ഷണം കൊടുക്കുന്നു, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം കോവിഡ് പിടിച്ച് വന്നവർക്ക് ക്വാറന്റൈനിൽ പോകാൻ വരെ സൗകര്യമില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്താണല്ലോ എല്ലാവരും ഇറങ്ങൽ. ഞാനിപ്പോഴും പ്രവാസി തന്നെയാണ്, അന്നും ഇന്നും പ്രവാസി തന്നെയാണ്. ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇറങ്ങുമ്പോൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ കിറ്റ് കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ ആവുന്നത് ഏകദേശം ഒരു 20 ലക്ഷത്തോളം KMCCയുടെ പ്രവർത്തകരുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റിലൊക്കെ ഉള്ളവർ, അവരൊക്കെ ഞങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുക്കുന്ന കിറ്റിന് സമ്മത വെക്കുകയാണെങ്കിൽ അത്രയും വലിയ കിറ്റ് കൊടുക്കുന്നവർ KMCCയിൽ അത്ര കിറ്റ് കൊടുക്കുന്നവർ വേറെ ആരുണ്ടാവും. അത്രയും വലിയ സേവനങ്ങൾ KMCCക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് തന്നെ ഒരുവിധ രാഷ്ട്രീയമോ ജാതിമത വ്യത്യാസമോ നോക്കാതെ എല്ലാവരും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കിറ്റിൻ്റെ കാര്യവും സഹായം ചെയ്ത കാര്യവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ KMCC എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയാണ്. അത് UDF ഉള്ള രണ്ടാമത്തെ ഒരു കക്ഷിയാണ്. അപ്പോൾ ആ കിറ്റിൻ്റെ കാര്യത്തിൽ വോട്ട് കൊടുക്കുകയാണെങ്കിൽ അത് UDF കൊടുക്കേണ്ടത്. ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. LDF ഇപ്പോൾ കൊടുത്ത കിറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്ന ഭക്ഷണം ഉണ്ടായിരുന്നു, അത് കൊടുത്തില്ല. അത് 9 മാസമായിട്ട് എല്ലാ സ്കൂളുകളും വന്നായപ്പോൾ ആ കൊടുക്കാത്ത ആ അരി ആണ് ഇപ്പോൾ കിറ്റായിട്ട് കൊടുത്തത്. ഇതിലൊക്കെ മാറ്റങ്ങൾ വരണം, ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ വിജയരാഘവൻ വന്നതാണ് ഒരു വലിയ വാർത്തയായത്. അത് വിജയരാഘവൻ എന്നല്ല, വീട്ടിൽ ആര് വന്നാലും ആ വീട്ടിൽ വന്നവനെ ആ വീട്ടുകാരൻ സ്വീകരിക്കണം എന്നുള്ളതാണ് എന്നെ എൻ്റെ രക്ഷിതാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആര് വന്നാലും സ്വീകരിക്കും. ഭക്ഷണം കഴിക്കേണ്ട സമയമാണെങ്കിൽ ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. അതൊക്കെ സഹായം ചെയ്യുന്നതും ഭക്ഷണം കൊടുക്കുന്നതും വീട്ടിൽ വരുന്നതൊക്കെ വേറെ, രാഷ്ട്രീയം വേറെ. അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണലുള്ളൂ, അങ്ങനെ തന്നെ കണ്ടു. അതിലായി പ്രചരിപ്പിക്കണോണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ പലയിടത്തും പ്രചരിപ്പിക്കുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല. അതേപോലെ ബാവാജി ലീഗിൽ നിന്ന് രാജിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ജലീലിൻ്റെ ഒരു ഉദ്ഘാടനത്തിൻ്റെ കൂടെ ജലീലിൻ്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ, അത് ഞാനൊരു സ്കൂൾ ഉദ്ഘാടനം ഉണ്ടായിരുന്നു 6 കൊല്ലം മുന്നേ. അന്ന് അദ്ദേഹം MLA ആയിരുന്നു. അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തു, ഞാനതിൽ മുഖ്യ പ്രഭാഷകനായിരുന്നു. ഗവൺമെൻറ് സ്കൂളായിരുന്നു, അതിലൊരു ബ്ലോക്ക് MLA ഫണ്ടിൽ നിന്ന് കൊടുത്തിരുന്നു അതിൻ്റെ ഉദ്ഘാടനത്തിൽ. ആ രാജ്യക്കാർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി അതിൽ പങ്കെടുത്തു. ആ ഫോട്ടോ വെച്ചിട്ടിപ്പോൾ അടിക്കുറിപ്പ് എഴുതിയിട്ട് വിടുകയാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. പ്രാവശ്യം ജലീൽ തവന്നൂരിൽ ഒരു 15,000 വോട്ടിന് തോൽക്കും, ഫിറോസ് അവിടെ 15,000 വോട്ടിന് ജയിക്കുകയും ചെയ്യും തവന്നൂരിൽ. അതാണ് അവിടുത്തെ സ്ഥിതി. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 16 സീറ്റാണുള്ളത്. 16 സീറ്റിലും UDF വരും. ഇത് എല്ലാവരും ഇങ്ങനെ പറയാനുണ്ട്, 140 സീറ്റുണ്ടെങ്കിൽ 140 സീറ്റിൽ ഞങ്ങൾ വരും എന്നൊക്കെ. 14 ഏതൊരു പാർട്ടി വന്നു, എന്താ വെച്ചാൽ 10,000 രൂപ പെൻഷൻ കൊടുക്കാൻ പോണ പാർട്ടിയാണ്, ഞങ്ങൾ 40 സീറ്റിൽ മത്സരിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പൈസ വേണ്ടത് പറഞ്ഞോളിയാണ്. പറഞ്ഞല്ല, ഞങ്ങൾ 40 സീറ്റിൽ മതി, എത്ര സീറ്റ് കിട്ടും, ഞങ്ങൾ ഒരു 10-25 കിട്ടുന്ന, അപ്പോൾ നിങ്ങൾക്ക് ഭരണം കിട്ടും, 25 കിട്ടുമെങ്കിൽ പറഞ്ഞു. ന്യൂനപക്ഷ സംരക്ഷകരായി അഭിനയിച്ച് ഒരേ സമയം ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും അവർ നിൽക്കുകയാണ്. അത് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന് മേൽ വർഗീയത ആരോപിക്കുന്നവർ ചരിത്രം മനസ്സിലാക്കാത്തവരാണ്. തുല്യതയുടെയും ജനസേവനത്തിന്റെയും രാഷ്ട്രീയമാണ് ഞങ്ങളുടേത്. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിക്കും. മുമ്പെങ്ങുമില്ലാത്ത ഐക്യമാണ് ഇപ്പോഴുള്ളത്. പിണറായി സർക്കാരിനെ തൂത്തറിയാൻ ജനം കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് ആദ്യം മുതൽ തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് സൗഹാർദ്ദത്തിന്റെയും ജനക്ഷേമത്തിന്റെയും രാഷ്ട്രീയമാണ്. വിദ്വേഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരെ ജനം പുറം തള്ളും. ഞാൻ എതിർ രാഷ്ട്രീയ ചേരിയിലേക്ക് പോകുമെന്ന് CPM കേന്ദ്രങ്ങൾ ആസൂത്രിതമായി പ്രചരിക്കുന്നുണ്ട്. താനും LDF കൺവീനർ വിജയരാഘവനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്. വീട്ടിലെ ഭക്ഷണമേശയിൽ രാഷ്ട്രീയം കാണുന്നത് ശരിയല്ല. പ്രവാസി ബിസിനസ്സുകാരനാണ് ഞാൻ. രാഷ്ട്രീയവും സൗഹൃദവും കൂട്ടിക്കൊടുക്കുന്ന ആളല്ലാത്താണെന്നും ബാബ ഹാജി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KC+. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷൻ M. ആലിക്കുഞ്ഞി മുസ്ലിയാർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു.
1935 മാർച്ച് 4 അബ്ദുറഹ്മാൻ ഹാജി മറിയം ദമ്പതികളുടെ മകനായി കാസർഗോഡ് താലൂക്കിലെ ഷിറിയക്കടുത്ത് ഒളയം എന്ന പ്രദേശത്തായിരുന്നു ആലിക്കുഞ്ഞു മുസ്ലിയാരുടെ ജനനം. പഴയ കാലത്തെ ഓത്തുപള്ളിയിലാണ് പഠനാരംഭം. മുട്ടം ജുമാ മസ്ജിദിൽ മുക്രിയായിരുന്ന മൂസ മുക്രിയാണ് പ്രഥമ ഗുരു. 5ാം ക്ലാസ് വരെ സ്കൂൾ പഠനം കന്നഡ മീഡിയത്തിലായിരുന്നു. മൂസ മുക്രി തന്നെയായിരുന്നു സ്കൂളിലെയും ഗുരുനാഥൻ. ജില്ലയിലെ കുമ്പോളിലാണ് ആദ്യമായി ദർസ് നടത്തിയത്. 30ാം വയസ്സിൽ സമസ്ത കേന്ദ്ര മുഷവറ അംഗമായി. ഭാര്യ മറിയം ഹാജുമ, മക്കൾ അബ്ദുൾ റഹ്മാൻ നിസാമി, അബൂബക്കർ ത്വയ്ബ, അൻവർ അലി സഖാഫി, ആയിഷ സൈനബ, കുബ്ര റാബിയ. إليك بأكف لفتحان متوسلين بالقرآن خاشعين وخاضعين ومتواضعين وشافعين له وسائلين أن تغفر له وترحمه وتدخله الجنة بغير حساب اللهم وسع قبره. മഞ്ചേശ്വരത്ത് UDF പ്രവർത്തകരിൽ ആവേശം വിതറി കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാർ എത്തി. UDF സ്ഥാനാർത്ഥി AKM അഷറഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് അദ്ദേഹം എത്തിയത്. ಅವರು ಬೆಂಬಲ ಕೊಡ್ತಾ ಇದ್ದಾರೋ ಅವ್ರಿಗೆ ಕಾಂಗ್ರೆಸ್ UDF ಸೀಟು ಕಡಿಮೆ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿ ಅವರ ಪ್ರೆಸೆನ್ಸ್ ಅನ್ನು ಕೂಡ ಇಲ್ಲಿ ಕಡಿಮೆ ಮಾಡಿಕೊಂಡು ಬಿಜೆಪಿಗೆ ಬೆಂಬಲ ಕೊಡ್ತಾ ಇರುವಂತ ಎಲ್ಲ ವಾತಾವರಣ ಇಲ್ಲಿ ಕಾಣ್ತಾ ಇದೆ. ನಾನು ಹೇಳೋದಿಷ್ಟೇ, LDF ಅಧಿಕಾರಕ್ಕೆ ಇಲ್ಲಿದ್ದಾಗ ನಿಮ್ಮ ಸಾಕ್ಷಿ ಗುಡ್ಡೆ ಏನು, ಇಲ್ಲಿ ನೀವು ಮಾಡಿದಂತ ಸಾಧನೆ ಏನು ದಯವಿಟ್ಟು ಹೇಳಬೇಕು. ಇಲ್ಲ ಬಿಜೆಪಿಯವರು ನೀವು ಇಲ್ಲಿ ಬಂದು ನೆಲೆ ಮಾಡಬೇಕು ಅಂತ ಪ್ರಯತ್ನ ಮಾಡ್ತಾ ಇದ್ದೀರಿ. ಶಾಂತಿಯ ಸಾಮರಸ್ಯವನ್ನ, ಮತಗಳ ಸಾಮರಸ್ಯವನ್ನ ಹಾಳು ಮಾಡಲಿಕ್ಕೆ ಪ್ರಯತ್ನವನ್ನು ನೀವು ಮಾಡ್ತಾ ಇದ್ದೀರಿ. ಇಲ್ಲಿ 7 ಭಾಷೆ, ಎಲ್ಲ ಧರ್ಮಗಳಿಗೆ ಶಾಂತಿಯ ತೋಟ ಅಂದ್ರೆ ಕೇರಳ, ಕಾಸರಗೋಡು ಅನ್ನೋದನ್ನ ನಾವು ಮರೀಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಅಂತ ಒಂದು ಪವಿತ್ರವಾದಂತ ನಾಡಿನಲ್ಲಿ ನಾವಿದ್ದೇವೆ. ದೇವರುಗಳು, ಧರ್ಮ, ಸಂಸ್ಕೃತಿ, ಶಾಂತಿ, ವಿದ್ಯಾಭ್ಯಾಸ, ಸರಸ್ವತಿ ಎಲ್ಲ ಕೂಡ ನೆಲೆದಂತ ಈ ಒಂದು ಪವಿತ್ರವಾದಂತಹ ಭೂಮಿ. ಎಲ್ಲ ಧರ್ಮಗಳಿಗೆ ಅತಿ ಹೆಚ್ಚು ಗೌರವ ಕೊಡುವಂತ ಒಂದು ಧರ್ಮ ಪುಣ್ಯ ಕ್ಷೇತ್ರ ಇದು. നമുക്കെല്ലാവർക്കും തിരുവനന്തപുരത്തേക്ക് പോകണം. അവിടെ അക്ഷപ്പ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാണാൻ, കേരള ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് കാണാൻ, അതോടുകൂടി പിണറായി വിജയന്റെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം തുടർ ഭരണം അന്നത്തോടുകൂടി അവസാനിപ്പിക്കണം. എല്ലാവരും ഒരിക്കൽ കൂടി വിനീതമായി ഞാൻ പറയുന്നു, അക്ഷപ്പിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. നമ്മുടെ ആരാധ്യനായ DK ശിവകുമാർ, കർണാടകത്തിലെ ജനങ്ങളുടെ വികാരമായ അവരെ BJP അട്ടിമറിക്കാൻ നിൽക്കുന്ന ശ്രീ DK ശിവകുമാർ നിങ്ങളോട് സംസാരിക്കും. ഈ മെയ് മാസം 2-ന് വന്ന ഹെലികോപ്റ്ററിൽ K. സുരേന്ദ്രനെ തിരിച്ചങ്ങോട്ട് അയക്കണം. ഇനി ഇവിടെ ഈ തലപ്പാടിയുടെ മണ്ണ് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഒരുത്തൻ കേരള നിയമസഭയിൽ ഉണ്ടാകില്ലെന്ന് തെളിയിക്കണം. എല്ലാവർക്കും അറിയാം, ഇന്ന് മഞ്ചേശ്വരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിവസമായി. അപ്രതീക്ഷിതമായി ഈ മണ്ണ് പാണ്ഡിത്യ ലോകത്തേക്ക് സംഭാവന ചെയ്ത, ആയിരക്കണക്കിന് ശിഷ്യ ഗണങ്ങളെ വാർത്തെടുത്ത, ആത്മീയ വിനാരമായ, വിനയം കൊണ്ട് ലോക മോഡലായ മഹാനായ ആലിക്കുഞ്ഞ് ഉസ്താദ് വിട പറഞ്ഞു എന്ന വാർത്ത 9 മണിക്കാണ് നമ്മുടെ ചെവിയിലെത്തുന്നത്. ഇന്ത്യ മുഴുവനും സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട DK ശിവകുമാർ രാവിലെ 8:45 വന്ന് 10 മണി മുതൽ
ഈ തുളുനാടിന്റെ നഗരം മുഴുവനും ഇളക്കി മറിച്ച് പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും മണ്ഡലത്തിൽ അന്തരിച്ച സമസ്ത നേതാവ് എം ആലിക്കുഞ്ഞ് മുസ്ലിയാരോടുള്ള ആദരസൂചകമായി മാറ്റുകയായിരുന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പി എ അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഹക്കീം കുന്നിൽ, മഞ്ജുനാഥ, ആൽവ സ്ഥാനാർത്ഥി എ കെ എം അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KC+. ഇടത് വലത് മുന്നണികളുടെ കീഴിൽ വികസനം മുരടിച്ച കാസർഗോഡിനെ അടുത്ത 5 വർഷത്തിനുള്ളിൽ സമഗ്ര വികസന മണ്ഡലമാക്കി മാറ്റുമെന്ന NDA പ്രകടന പത്രിക. പ്രസ് ക്ലബിൽ പത്രസമ്മേളനത്തിലാണ് BJP ജില്ലാ പ്രസിഡന്റും കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ശ്രീകാന്ത് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇവിടെ ഒരു മൈക്രോ മൈനോറിറ്റിയാണ്, ഒരു ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ് ലാറ്റിൻ കത്തോലിക്ക വിഭാഗം. കേരളത്തിലെ മറ്റെല്ലാ ഇടത്തും സെയിം സമുദായത്തിന് സംവരണം, OBC സംവരണം ലഭിക്കുന്നുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലയിലുള്ള കൊങ്കണി സംസാരിക്കുന്ന ലാറ്റിൻ കത്തോലിക്ക സമുദായത്തിന് ഈ ആനുകൂല്യം നിഷേധിച്ചിരിക്കുകയാണ്. അതൊരു കുറേ കാലമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യമാണ്. അത് സംബന്ധിച്ചുള്ള പഠനങ്ങളും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടൊക്കെ സർക്കാരിന് മുമ്പിലുണ്ട്. പക്ഷേ അത് ആ റിപ്പോർട്ടിൽ നടപ്പിലാക്കുന്നതിൽ കാലതാമസം വന്നിട്ടുണ്ട്. അക്കാര്യം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. കാസർഗോഡിലെ LC വിഭാഗത്തിനുള്ള സംവരണം ഞങ്ങൾ ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ ഹൈന്ദവ സമുദായത്തിനകത്തുള്ള കുറേ സമുദായങ്ങൾക്ക് OBCയും അതുപോലെയുള്ള ലിസ്റ്റിൽ പെടുത്തേണ്ടതുണ്ട്. അക്കാര്യത്തിലും ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ ഞങ്ങൾ നടത്തും എന്നും ഉറപ്പ് നൽകുകയാണ്. മറ്റൊന്ന്, നമ്മുടെ കർണാടകയോട് ചേർന്നിട്ടുള്ള ഒരു ഗഡിനാട് ജില്ല, അതിർത്തി ജില്ല, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ കർണാടക സർക്കാർ ചെയ്യുന്നുണ്ട്. വിവിധ അക്കാഡമികൾ വഴി, വിവിധ വകുപ്പുകൾ വഴി, സാംസ്കാരിക വകുപ്പിൻ്റെ പല അക്കാഡമികളുണ്ട്. പല സ്കൂളുകൾക്കും, കന്നഡ മാധ്യമ സ്കൂളുകൾക്കും അതുപോലെ സാംസ്കാരിക രംഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് വേണ്ടത്ര രീതിയിൽ കാസർഗോഡിൽ ഉപയോഗിക്കാത്തതുകൊണ്ടുള്ള നമുക്ക് നമ്മുടെ വികസനം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചില്ല. നമ്മുടെ വികസനം ആ രീതിയിൽ ഇതുവരെ വേണ്ടത്ര ഒരു ശുഷ്കാന്തി കാണിച്ചിട്ടില്ല നമ്മുടെ MLA മാർ. അതുകൊണ്ട് ഇത്തവണ അത് കൃത്യമായിട്ട് കാസർഗോഡിൽ പരമാവധി അത്തരം കാര്യങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ശ്രമം ഞങ്ങൾ എടുക്കും. അത് നടപ്പിലാക്കുകയും ചെയ്യും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും വായിക്കുന്നില്ല, നമ്മുടെ സമയം എല്ലാവരുടെയും വിലപ്പെട്ടതാണ്, അതുകൊണ്ട് അത് നീട്ടുന്നില്ല. കാസർഗോഡിൽ ഡോക്ടർ പ്രഭാകരൻ കമ്മീഷൻ പറയുന്ന റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വളരെ ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നും കൂടി ഉറപ്പ് തരികയാണ്. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുന്നു. അത് കാസർഗോഡ് പാക്കേജ് എന്ന് പറയുന്നുണ്ടെങ്കിലും കാസർഗോഡ് പാക്കേജ് അനുസരിച്ചിട്ടുള്ള ഒരു ഫണ്ട് അലോട്ട്മെൻ്റ് ഇല്ല. സാധാരണഗതിയിൽ കിട്ടുന്നത് കാസർഗോഡ് പാക്കേജ് എന്ന് പറഞ്ഞ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതിനപ്പുറത്ത് ആ ഒരു സീരിയസ്നെസ്സിൽ, ആ ഗൗരവത്തിൽ, ഡോക്ടർ പ്രഭാകരൻ കമ്മീഷൻ പറയുന്ന ഗൗരവത്തിൽ ഇവിടെ ഫണ്ട് അനുവദിക്കുന്നില്ല. മറ്റൊരു പ്രശ്നം, സാമൂഹികമായിട്ടുള്ളൊരു പ്രശ്നം, കർണാടകയുമായിട്ട് നമുക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എല്ലാ അർത്ഥത്തിലും. അപ്പം കർണാടകയിൽ നിന്ന് കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടികൾ ഇവിടെ വന്ന് രണ്ടിടത്തും സംവരണം, രണ്ട് സമുദായം രണ്ടിടത്തും സംവരണത്തിന് അർഹതയുള്ള സമുദായങ്ങളുണ്ട്. ഇപ്പോൾ മറാഠിയുണ്ട്, കുലാലുണ്ട്, അങ്ങനെ പല സമുദായങ്ങളും കർണാടകയിൽ ഏത് പട്ടികയിലാണോ അതേ പട്ടികയിൽ കേരളത്തിലും. പക്ഷേ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് സമുദായ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് സംവരണ ആനുകൂല്യങ്ങളും മറ്റു ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നു. അത് ഒരു നീതി നിഷേധമാണ്. അതിൻ്റെ പ്രയാസം എന്താണോ ആ പ്രയാസം ഞങ്ങൾ പരിഹരിക്കും. അത് ശക്തമായിട്ടുള്ള ഇടപെടൽ ആ കാര്യത്തിലുണ്ടാവും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അന്തർ സംസ്ഥാന യാത്ര വലിയ പ്രയാസമാണ്.
കേരള SRTCയിൽ ബസ് പാസ് അനുവദിക്കുന്നില്ല. ഞങ്ങൾ ആ കാര്യം ഉറപ്പ് നൽകുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, ഡെയിലി പോയി വരുന്ന വിദ്യാർത്ഥികൾക്ക് കേരള SRTCയിലും പാസ് അനുവദിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ MLA എന്ന നിലയ്ക്ക് ജയിച്ചു വരുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയാനുള്ളത്. 5000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പിലാക്കും. കടലോര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് നടപടിയെടുക്കും. തീരദേശ മേഖല ദീർഘകാലമായി അനുഭവിക്കുന്ന ഭൂമി പ്രശ്നവും പട്ടയ പ്രശ്നവും പരിഹരിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് KC+. പ്രധാന വാർത്തകൾ. ചെന്നിത്തലയ്ക്ക് നുണപറയലിൽ ഡോക്ടറേറ്റ് ലഭിക്കും, എന്നാൽ ഭരണം ലഭിക്കില്ലെന്ന് പന്നിയൻ രവീന്ദ്രൻ. CPM രാഷ്ട്രീയ സത്യസന്ധത കാണിക്കണമെന്ന് CP ബാബ ഹാജി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ M ആലിക്കുഞ്ഞി മുസ്ലിയാർ അന്തരിച്ചു. മഞ്ചേശ്വരത്ത് UDF പ്രവർത്തകർക്ക് ആവശ്യമായി DK ശിവകുമാർ. കാസർഗോഡ് മണ്ഡലത്തിലെ പ്രകടന പത്രിക NDA പുറത്തിറക്കി. ഇതോടെ KC+ വാർത്തകൾ അവസാനിച്ചു.